ഹായ് ഫ്രണ്ട്സ്, ക്വസ്റ്റ്യൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പോലീസ് കോൺസ്റ്റബിൾ ആൻഡ് പോലീസ് ഓഫീസറൊക്കെ എഴുതുന്ന കൂട്ടുകാർക്കായി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സ്പെഷ്യൽ ടോപ്പിക്കാണ് നോക്കുന്നത്. ആവർത്തിച്ച് വരാവുന്ന സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 89ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് തുടങ്ങുന്നത്. ഇസഡ് കടന്നു പോകാൻ അവകാശമുള്ള ഒരു പാതയെ എ തടസ്സപ്പെടുത്തുന്നു. എന്നാൽ പാത തടയാൻ തനിക്ക് അവകാശമുണ്ടെന്ന് എ നല്ല രീതിയിൽ വിശ്വസിക്കുന്നില്ല. ഇസഡ് അതുവഴി കടന്നു പോകുന്നത് തടയപ്പെടുന്നു. IPCയുടെ വ്യവസ്ഥകൾ പ്രകാരം ഒരു തെറ്റായി എ ഇസഡിനെ, ഇതിന്റെ ഉത്തരം എ ആണ്, നിയന്ത്രണപ്പെടുത്തുന്നു. 82 എ മനഃപൂർവ്വം തെരുവിൽ ഇസഡിനെ തള്ളുന്നു. ഇവിടെ എ തന്റെ സ്വന്തം ശാരീരിക ശക്തിയാൽ സ്വന്തം വ്യക്തിയെ ഇസഡുമായി സമ്പർക്കം പുലർത്തുന്നതിനായി നീക്കി. അതിനാൽ അവൻ മനഃപൂർവ്വം ഇസഡിലേക്ക് ബലം പ്രയോഗിച്ചു. ഇസഡിന്റെ സമ്മതമില്ലാതെ അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി അയാൾ ഇസഡിനെ മുറിവേൽപ്പിക്കുകയോ ഭയപ്പെടുത്തുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യാം എന്ന ഉദ്ദേശത്തോടെയോ അറിഞ്ഞോ ആണെങ്കിൽ IPCയുടെ വ്യവസ്ഥകൾ പ്രകാരം അവൻ ഡാഷ് ഇസഡിന് നേരെ ഉപയോഗിച്ചു. എൻ്റെ ഉത്തരം എ ആണ്, ക്രിമിനൽ ശക്തി. 83 ചോദ്യം നോക്കാം. ബി കൊല്ലപ്പെടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ബിയെ എ ബലമായി കൊണ്ടുപോകുന്നു. എ IPC പ്രകാരമുള്ള ഏത് കുറ്റമാണ് ചെയ്തിരിക്കുന്നത്? ഉത്തരം ഡി ആണ്, മോചന ദ്രവ്യത്തിനായി തട്ടിക്കൊണ്ടുപോകൽ. അടുത്ത ചോദ്യം നോക്കാം. 84 ഏതെങ്കിലും പുരുഷൻ ഒരു സ്ത്രീയെ പിന്തുടരുകയും സമ്പർക്കം പുലർത്തുകയും ചെയ്യുകയോ അത്തരം സ്ത്രീകളുടെ താല്പര്യമില്ലായ്മയുടെ വ്യക്തമായ സൂചന ഉണ്ടായിരുന്നിട്ടും ആവർത്തിച്ച് വ്യക്തിപരമായ ഇടപെടലുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് അത്തരം സ്ത്രീകളെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇന്റർനെറ്റ്, ഇമെയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ആശയവിനിമയം ഉപയോഗിക്കുന്നത് നിരീക്ഷിക്കുന്നു. IPCയുടെ വ്യവസ്ഥകൾ പ്രകാരം ആ പുരുഷൻ ഡാഷ് കുറ്റകൃത്യം ചെയ്യുന്നു. ഉത്തരം എ ആണ്, പിന്തുടരൽ. 85ാമത്തെ ചോദ്യം നോക്കാം. CRPC പ്രകാരം ഡാഷ് എന്നാൽ മരണം, ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതലുള്ള തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട കേസ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഉത്തരം ബി ആണ്, വാറണ്ട് കേസ്. CRPC പ്രകാരം വാറണ്ട് കേസ് എന്നാൽ മരണം, ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതലുള്ള തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട കേസിനാണ് അർത്ഥമാക്കുന്നത്. 86 CRPCയുടെ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത വ്യക്തിയെ ഡാഷ് മണിക്കൂറിൽ കൂടുതൽ തടങ്കലിൽ വയ്ക്കരുത്. ഉത്തരം ഡി ആണ്, 24 മണിക്കൂറിൽ കൂടുതൽ. 87 ഒരു കുറ്റകൃത്യം ചെയ്യപ്പെടുമ്പോൾ ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ആർക്കെതിരെ ചെയ്തുവോ അയാൾ അല്ലെങ്കിൽ ഏത് വസ്തുവിനെ സംബന്ധിച്ചാണോ ചെയ്തിരിക്കുന്നത് അതൊരു യാത്രയിലാണെങ്കിൽ ഒരു കോടതിക്ക് ആ കുറ്റകൃത്യത്തെ ഏതിലൂടെയോ ആരുടെ ഡാഷിലൂടെയോ യാത്രയിൽ വ്യക്തിയോ വസ്തുവോ കടന്നു പോയതിലൂടെ വിചാരണ ചെയ്യുകയോ അന്വേഷിക്കുകയോ ചെയ്യാം. ഉത്തരം എ ആണ്, പ്രാദേശിക അധികാര പരിധിയിലൂടെയോ യാത്രയിൽ വ്യക്തിയോ വസ്തുവോ കടന്നുപോയതിലൂടെ വിചാരണ ചെയ്യുകയോ അന്വേഷിക്കുകയോ ചെയ്യാം. 88ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം മരിച്ചുപോയ കണ്ടെത്താനാകാത്ത ഒരു വ്യക്തിയുടെ പ്രസക്തമായ വസ്തുതയുടെ പ്രസ്താവന അംഗീകരിക്കുന്നതിന് താഴെ പറഞ്ഞത് ഏതാണ് പ്രസക്തമായത്? ഉത്തരം ഡി ആണ്, 1, 2, 3. 1 കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിൽപത്രത്തിലോ കൈമാറ്റ രേഖയിലോ ഉള്ളത്. 2 നിരവധി വ്യക്തികളുടെ പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന പ്രസ്താവനയിലുള്ളത്. 3 പൊതു അവകാശത്തെക്കുറിച്ചോ ആചാരത്തെക്കുറിച്ചോ പൊതു താല്പര്യമുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒരു അഭിപ്രായം നൽകുന്നു. 3 ശരിയാണ്. 89 ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം വിദഗ്ധന്റെ അഭിപ്രായം കോടതിക്ക് രാഷ്ട്രീയമായി ബന്ധപ്പെട്ട അഭിപ്രായം രൂപീകരിക്കേണ്ടി വരുമ്പോൾ പാലിക്കപ്പെടുന്നു. ഉത്തരം ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. വിദേശ നിയമം, സയൻസ്, ഫിംഗർ ഇംപ്രഷൻ. 90 പോലീസിന്റെ സംരക്ഷണത്തിലോ കസ്റ്റഡിയിലോ ഉള്ള ആരോടും മോശമായി പെരുമാറുകയോ അസഭ്യം പറയുകയോ ചെയ്യരുതെന്ന് കേരള പോലീസ് നിയമത്തിലെ ഏത് വകുപ്പ് നിഷ്കർഷിക്കുന്നു? ഉത്തരം ഡി ആണ്, വകുപ്പ് 29.
91 രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ പൊതുവായതോ സ്വകാര്യമായതോ ആയ ഏതെങ്കിലും തെരുവോ വഴിയോ അടയ്ക്കാൻ പോലീസിനെ പ്രാപ്തമാക്കുന്ന കേരള പോലീസ് നിയമത്തിലെ ഏത് വ്യവസ്ഥയാണ്? ഡിഎൻഎ വകുപ്പ് 69. 92 കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 37 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരി? ഉത്തരം സി ആണ്. 1ഉം 2ഉം ശരിയാണ്. 1 ആചാരം, മാന്യത, സ്വകാര്യത, മാന്യത എന്നിവ കണക്കിലെടുത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിനോ ആസന്നമായ അപകടം ഒഴിവാക്കുന്നതിനോ വേണ്ടി ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും ഏത് സ്വകാര്യ സ്ഥലത്തേക്കും പ്രവേശനം ഉണ്ടായിരിക്കും. 2 ഈ അധികാരം വിനിയോഗിക്കുന്നതിന് മുമ്പ് കെട്ടിടത്തിൻ്റെയും പരിസരത്തിൻ്റെയും ചുമതലയുള്ള വ്യക്തിയുടെ സഹകരണവും സമ്മതവും തേടുന്നതിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരമാവധി ശ്രമിക്കേണ്ടതാണ്. 93 NDPS നിയമത്തിലെ സെക്ഷൻ 27 പ്രകാരം കൊക്കൈൻ കഴിച്ചാലുള്ള ശിക്ഷ എന്താണ്? സി ആണ്. 1 വർഷം വരെ കഠിന തടവ് അല്ലെങ്കിൽ 20,000 രൂപ വരെ പിഴ അല്ലെങ്കിൽ രണ്ടും. 1 വർഷം വരെ കഠിന തടവ് അല്ലെങ്കിൽ 20,000 രൂപ വരെ പിഴ അല്ലെങ്കിൽ രണ്ടും. 94 NDPS ആക്ട് 1985 സെക്ഷൻ 37 പ്രകാരം ചെയ്ത കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം. ഉത്തരം എ ആണ്. തിരിച്ചറിയാവുന്ന കുറ്റം. 95 പോക്സോ നിയമത്തിലെ സെക്ഷൻ 3 എന്താണ് കൈകാര്യം ചെയ്യുന്നത്? ഉത്തരം ഡി ആണ്. നുഴഞ്ഞു കയറുന്ന ലൈംഗിക ആക്രമണത്തിന്റെ നിർവചനം. നുഴഞ്ഞു കയറുന്ന ലൈംഗിക ആക്രമണത്തിന്റെ നിർവചനം. 96 കുട്ടിയില്ലാത്തവർ ഒരു കുട്ടിക്കെതിരെ തെറ്റായ പരാതി നൽകുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ അത് തെറ്റാണെന്ന് അറിഞ്ഞ് അങ്ങനെ പോക്സോ നിയമപ്രകാരമുള്ള ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ അത്തരം കുട്ടിയെ ഇരയാക്കുകയാണെങ്കിൽ ഏതുവരെ നീണ്ടു നിൽക്കാവുന്ന തടവിന് ശിക്ഷിക്കപ്പെടും. ഉത്തരം ബി ആണ്. 1 വർഷം അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ. 97 IT ആക്ടിലെ സെക്ഷൻ 66C എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഉത്തരം സി ആണ്. ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ. 98 താഴെ പറയുന്നതിൽ ഏതാണ് IT ആക്ടിന്റെ സെക്ഷൻ 72 കീഴിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ബി ആണ്. ഒരു ജീവനക്കാരൻ അബദ്ധവശാൽ തെറ്റായ സ്വീകർത്താവിന് ഒരു ഇമെയിൽ അയക്കുന്നു, രഹസ്യ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നു. ഒരു ജീവനക്കാരൻ അബദ്ധവശാൽ തെറ്റായ സ്വീകർത്താവിന് ഒരു ഇമെയിൽ അയക്കുന്നു, രഹസ്യ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നു. 99 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 2F പ്രകാരം വിവരങ്ങൾ എന്നതിന്റെ നിർവചനത്തിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം സി ആണ്. ഫിസിക്കൽ, ഇലക്ട്രോണിക്കൽ റെക്കോർഡുകൾ, ഡോക്യുമെന്റുകൾ എന്നിവയും അതിലേറെയും. ഫിസിക്കൽ, ഇലക്ട്രോണിക് റെക്കോർഡുകൾ, ഡോക്യുമെന്റുകൾ എന്നിവയും അതിലേറെയും. 100ാമത്തെ ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11ന്റെ ഉദ്ദേശ്യം എന്താണ്? ഉത്തരം ഡി ആണ്. 3ാം കക്ഷി വിവരങ്ങൾ വെളിപ്പെടുത്താനുള്ള നടപടിക്രമം ഇത് കൈകാര്യം ചെയ്യുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ നൽകാവുന്ന വിവരം? താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ നൽകാവുന്ന വിവരം എന്നത്? ഉത്തരം ഡി ആണ്. മന്ത്രിസഭാ തീരുമാനങ്ങൾ. 82 കൊക്കൈൻ എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന പരമാവധി തടവ് ശിക്ഷ. ഉത്തരം എ ആണ്. 1 വർഷം വരെ കഠിന തടവ്. 1 വർഷം വരെ കഠിന തടവാണ്. 83 കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമം വഴി വിതരണം ചെയ്യുന്നത് വിവര സാങ്കേതിക വിദ്യാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകൃത്യമാകുന്നത്? ഉത്തരം എ ആണ്. 67B വകുപ്പ് പ്രകാരം. 67B വകുപ്പ് പ്രകാരം. 84 കേരള പോലീസ് ആക്ട് പ്രകാരം പരാതിക്കാരായ സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്വീകരിച്ച നടപടി താഴെപ്പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ബി ആണ്. 1ാമത്തെ നടപടി മാത്രം. 1 എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ പോലീസിന്റെ സേവനം ഉറപ്പുവരുത്തുക. 85 എയ്ഡ്സ് ബാധിതനായ ഒരു വ്യക്തി രോഗം പരത്തണമെന്ന ഉദ്ദേശത്തോടെ രോഗവിവരം മറച്ചു വെച്ച് മറ്റാളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ലഭിക്കുന്ന തടവ് ശിക്ഷ. ഉത്തരം എ ആണ്. 2 വർഷം വരെ
വരുന്ന തടവ് ശിക്ഷ 2 വർഷം വരെ വരുന്ന തടവ് ശിക്ഷയാണ്. 86 താഴെ പറയുന്നതിനോടാണ് വാറണ്ട് കേസായി പരിഗണിക്കാവുന്ന കുറ്റകൃത്യം. ഉത്തരം സി 2 വർഷത്തിൽ കവിയുന്ന തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യം. 2 വർഷത്തിൽ കവിയുന്ന തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. 87 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇതിന്റെ ഉത്തരം ബി ആണ്. രണ്ടാമത്തെ പ്രസ്താവന മാത്രം ശരിയാണ്. അതായത് 2 പോലീസ് ഉദ്യോഗസ്ഥൻ നൽകിയ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയാൽ ആ മൊഴി കോടതിയിൽ തെളിവായി സ്വീകരിക്കാവുന്നതാണ്. പോലീസ് ഉദ്യോഗസ്ഥന് നൽകിയ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയാൽ ആ മൊഴി കോടതിയിൽ തെളിവായി സ്വീകരിക്കാവുന്നതാണ്. 88 ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് തൊടുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന തടവ് ശിക്ഷ എത്രയാണ്? ഉത്തരം എ ആണ്. 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷ. 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്ന തടവ് ശിക്ഷയാണ്. 89 വിവരാവകാശ നിയമപ്രകാരം 3-ാം കക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു വിവരം നൽകുവാൻ സാധിക്കുമോ എന്നത് എത്ര ദിവസത്തിനുള്ള അപേക്ഷകനെ അറിയിക്കണം? ഉത്തരം സി ആണ്. 40 ദിവസത്തിനകം. വിവരാവകാശ നിയമപ്രകാരം 3-ാം കക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു വിവരം നൽകാൻ സാധിക്കുമോ എന്നത് എത്ര ദിവസത്തിനകം? 40 ദിവസത്തിനകം അപേക്ഷകനെ അറിയിക്കണം. 90 നാർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് ഇന്ത്യ 1985 ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റവാളികൾക്ക് ധനസഹായം നൽകുന്നത് കുറ്റകൃത്യമാവുന്നത്? ഉത്തരം എ ആണ്. വകുപ്പ് 27A. 91 താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന തെരഞ്ഞെടുക്കുക. ഉത്തരം സി ആണ്. 4-ാമത്തെ പ്രസ്താവന മാത്രം ശരിയാണ്. അതായത് 4 കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച വസ്തു പിടിച്ചെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമുണ്ട്. കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച വസ്തു പിടിച്ചെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമുണ്ട്. 92 ബൈക്ക് യാത്രികർ ഒരു സ്ത്രീയെ ആക്രമിച്ച് അവരുടെ കൈവശമുള്ള സ്വർണം ബലമായി പിടിച്ചെടുത്താൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അവർ ചെയ്യുന്ന കുറ്റകൃത്യം ഏതാണ്? ഉത്തരം ബി ആണ്. കവർച്ച. 93 കൊലപാതക കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന നേരത്ത് ദേഹപരിശോധന നടത്താൻ അധികാരപ്പെട്ടവർ ആരാണ്? ഉത്തരം സി ആണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ചില ഉദ്യോഗസ്ഥർ. 94 പൊതുജനങ്ങൾക്ക് അസഹ്യതയുളവാക്കുന്ന രീതിയിൽ പൊതുസ്ഥലത്ത് വെച്ച് മൃഗങ്ങളെ കശാപ്പ് ചെയ്താൽ ലഭിക്കുന്ന തടവ് ശിക്ഷ. ഉത്തരം എ 1 വർഷം വരെ തടവ്. 95 താഴെ പറയുന്ന സാഹചര്യത്തിലാണ് കോടതി മരണമൊഴി തെളിവായി സ്വീകരിക്കുന്നത്? ഉത്തരം എ ആണ്. എല്ലാ സാഹചര്യത്തിലും തെളിവായി സ്വീകരിക്കാവുന്നതാണ്. 1 സ്വമേധയാ നൽകിയ മരണമൊഴി. 2 മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ മരണമൊഴി. 3 മജിസ്ട്രേറ്റിന്റെ അഭാവത്തിൽ പോലീസ് രേഖപ്പെടുത്തിയ മരണമൊഴി. 4 സംസാരശേഷി ഇല്ലാത്ത വ്യക്തി ആംഗ്യഭാഷയിൽ നൽകിയ മരണമൊഴി. 96 സാങ്കേതിക വിദ്യ പ്രകാരം ഒരു വ്യക്തി മറ്റൊരാളുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അവരെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ. ഉത്തരമാണ് 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. 97 താഴെ പറയുന്നതിന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം സി ആണ്. 2-ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. 2 സ്വമേധയാ ലഹരിക്ക് അടിമയായ വ്യക്തി മറ്റൊരാളെ ആക്രമിച്ചാൽ അത് കുറ്റകൃത്യമായി കണക്കാക്കും. 98 ക്രിമിനൽ നടപടി നിയമപ്രകാരം കുറ്റസമ്മതം രേഖപ്പെടുത്താൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനാര്? ബി ആണ്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. 99 ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നീല ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നത്? ഉത്തരമാണ് ലൈംഗിക പീഡനം. 100 താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത്? ഉത്തരം ബി ആണ്. 3-ാമത്തെ പ്രസ്താവന മാത്രം ശരിയാണ്. 3 18 വയസ്സ് പൂർത്തിയാകാത്ത പെൺകുട്ടിയെ രക്ഷിതാവിന്റെ സമ്മതമില്ലാതെ
അവരുടെ സംരക്ഷണത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ടുപോകുന്ന കുറ്റകൃത്യമാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ്. കൂട്ടുകാരൊക്കെ നോക്കുക. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇനി വരാം. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2023 ക്വസ്റ്റ്യനാണ്. ഓക്കെ, താങ്ക് യു.